കുറെ അബദ്ധങ്ങളൊക്കെ പറ്റി പലരുടെയും വിഷമം അതാണ്. യൂട്യൂബേഴ്സിന്റെ ഒക്കെ ലൈഫ് ഞാൻ കരയും. കാരണം നമ്മളെ ഒരു കൂട്ടിലിങ്ങനെ അടയ്ക്കുന്ന പോലെ എനിക്കുണ്ടായ സന്തോഷമുണ്ട്. എന്റെ അച്ഛനെന്റെ കാഴ്ചപ്പാട് മാറി. അച്ഛനിപ്പൊ എന്നോട് ചീത്ത വിളിക്കത്തില്ല. ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ Q&A ആണ് കേട്ടോ. അപ്പൊ 2-3 തവണയായിട്ട് ഞാൻ ഇങ്ങനെ Q&Aയുടെ പോസ്റ്റ് ഇടുന്നോണ്ട് ചേച്ചി ഇന്നെങ്കിലും ചെയ്യുമോ എന്ന് ദേഷ്യപ്പെട്ട് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എന്തായാലും Q&A ചോദിക്കാന്ന് വിചാരിച്ചു. അതിനു മുമ്പ് നമ്മൾ എല്ലാ Q&Aയിലും റിപ്പീറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ ഇപ്പൊ നേരത്തെ പറയാം. എന്റെ പേര് കല്യാണി എന്നാണ്. അപ്പൊ എന്റെ ഒറിജിനൽ പേര് ജീവാലക്ഷ്മി KR എന്നാണ്. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ കല്യാണി. അപ്പുക്കുട്ടന്റെ ഒറിജിനൽ പേര് സാത്വിക് എന്നാണ്. അവൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സിച്ചേട്ടന് ഞാൻ വിളിക്കുമ്പോൾ സിച്ചേട്ടന്റെ ഒറിജിനൽ പേര് സിജു HS എന്നാണ് കേട്ടോ. അപ്പൊ സിച്ചേട്ടൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്റെ കാര്യങ്ങളെല്ലാം അറിയാലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഒരുപാട് പേര് ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് എപ്പോഴും കേട്ടോ. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ യുവർ 2025 അച്ചീവ്മെന്റ്സ് ആൻഡ് വാട്ട് ആർ ദി ലെസൺസ് യു ലേൺ ഇൻ 2025? ഒരുപാട് ലെസൺസ് നമ്മൾ പഠിച്ചു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ നല്ലൊരു വർഷവും വളരെ ഒരു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു വർഷമായിരുന്നു കേട്ടോ. പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ കുറെ അബദ്ധങ്ങളൊക്കെ പറ്റി. അങ്ങനെ ഒരു വർഷമായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വർഷമാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ കുറെ കരയും, നമ്മൾ കുറെ വിഷമിക്കും, ദേഷ്യപ്പെടും. എന്തിനാ എനിക്കിങ്ങനെ തന്നേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ വരുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പാഠം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അങ്ങനെ കുറെ പാഠങ്ങൾ, കുറച്ചധികം പാഠങ്ങൾ ഞാൻ പഠിച്ചു. അതിലൊന്നാണ്, അത് നിങ്ങളോട് ഞാൻ പറയാണ്, ഓവറായിട്ട് ഒരു കാര്യം ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ആൾക്കാർ 2 തരം അല്ലെ 3 തരം അങ്ങനെ പലതരം കാണും. അപ്പോ അതിൽ നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതും ആൾക്കാർ പറയും, ചീത്തയും ആൾക്കാർ പറയും. ഒരുപാട് നല്ലത് എല്ലാവരും പറയുമ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ചു പേര് എന്നെ പൊക്കി കഴിഞ്ഞാൽ ഞാൻ പൊങ്ങുന്ന സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ മണ്ടയ്ക്ക് കയറിയിരിക്കും, മതിലിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും. എന്നിട്ട് അവസാനം എല്ലാവരും കൂടെ ചവിട്ടി നിലത്തോട്ട് ഇടുമ്പോൾ അതേപോലെ വന്ന് നിലത്തോട്ട് പതിക്കുകയും ചെയ്യും, അവിടെ ഇരുന്ന് കരയുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് 31 വയസ്സാണ് കേട്ടോ എനിക്ക്. അപ്പോ ആ ഒരു വയസ്സുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പക്വത കുറവാണ്. അത് എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഈവൻ നെറിൻ എന്നെക്കാട്ടില് എനിക്ക് തോന്നുന്നു അവർക്ക് 26 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ അവൾക്കൊക്കെ ഭയങ്കര പക്വതയാണ്. ഞാൻ പല കാര്യങ്ങളും അവളിൽ നിന്നൊക്കെ നോക്കി കണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനെന്ന് പറഞ്ഞാ ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ എന്താ വരിക, എന്താ ചെയ്യുക, ഇതൊന്നും ചിന്തിക്കത്തില്ല. ഇങ്ങനെ അങ്ങ് നടക്കും. ഇപ്പോ കുറേ മാറ്റം വന്നിട്ടുണ്ട്. എന്റെ മെയിൻ പ്രശ്നം, എനിക്ക് ഭയങ്കര സങ്കടവും വിഷമവും വന്നാൽ എന്റെ സൗണ്ട് ഞാൻ ഉച്ചത്തിലേ സംസാരിക്കൂ. പക്ഷെ അതൊന്ന് കരഞ്ഞ് ബഹളം വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് എന്റെ ഉള്ളിൽ നിന്ന് പോവും. പിന്നെ എന്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കും. അതൊക്കെ ഈ ഒരു വർഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയ ഒരു വർഷമായിരുന്നു കേട്ടോ. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ തോന്നിയൊരു വർഷമായിരുന്നു. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കാനായിരുന്നു ഇഷ്ടം എന്ന്. അതിപ്പോഴും ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആണ് നിങ്ങളെങ്കിൽ എല്ലാവർക്കും വീട്ടില് TV ഒക്കെ കണ്ട് കുക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. ഒരു 99% പേർക്കും ഇഷ്ടം. പിന്നെ ലൈഫിലെ പ്രാരാബ്ദവും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴായിരിക്കും എല്ലാവരും ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇറങ്ങാൻ പോകുന്നത്. കാരണം എന്റെ അറിവിൽ തന്നെ ഒരുപാട് പേര് രാവിലെ എഴുന്നേറ്റ് ബസ് കയറി ജോലിക്ക് പോയി വൈകിട്ട് വന്ന് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്ക്. ഭയങ്കര ഗ്രേറ്റ് ആണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. എനിക്ക് ആ ഒരു ടൈമിൽ അങ്ങനെ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ കംഫർട്ട് സോണിലായിരുന്നു കേട്ടോ ഇരുന്നത്. കാരണം എനിക്ക് വെയിൽ കൊണ്ടാ തലവേദന എടുക്കും, എനിക്ക് ഒത്തിരി സൗണ്ട് കേട്ടാൽ തലവേദന എടുക്കും, എനിക്ക് ബസ്സിൽ കയറി ഇങ്ങനെ ഇടികൊണ്ട് അവസാനം ജോലി സ്ഥലത്ത് വല്ല വഴക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ കരയും. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോ എന്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് പൈസ കിട്ടുന്നുണ്ട് കേട്ടോ. എന്റെ ആവശ്യങ്ങൾക്ക് വേറൊരാളോട് എനിക്ക് പൈസ ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാരും മാറുമെടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ എല്ലാവരും നമുക്ക് ചുറ്റുമുള്ളവർ മാറും നമ്മൾ മാറുമ്പോൾ. അപ്പൊ എൻ്റെ ഒരഭിപ്രായത്തിൽ പെൺകുട്ടികളല്ല, എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കുക, അവനവന്റെ കാര്യങ്ങള്
എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അത് നമുക്ക് അതിലൂടെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, നമ്മൾ അതിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു തവണ ഫീൽ ചെയ്താൽ പിന്നെ നമുക്ക് വേറൊരാളോട് എനിക്കത് വാങ്ങിത്തരുമോ, എനിക്ക് 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 കുറച്ച് പൈസ തരുമോ അങ്ങനെ ചോദിക്കാൻ നമുക്ക് പറ്റൂലടാ. ഇതിപ്പോ ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. അത് അത് എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണം എന്ന്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാം, ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. നമുക്ക് നമ്മുടെ ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാം, ഈവൻ നമ്മുടെ കുഞ്ഞിന് സർപ്രൈസ് കൊടുക്കാം. അത് കുഞ്ഞൊരു വരുമാനമായാലും മതിയടാ. നമുക്ക് എന്തെങ്കിലും നമുക്ക് നമ്മൾ അധ്വാനിച്ച് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു തുക നമ്മളെ കൊണ്ടാകുന്നത്, നിങ്ങൾക്ക് കുഞ്ഞായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യോ. അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചില്ല, ഞാൻ +2 വരെ പഠിച്ചുള്ളൂ, ഞാൻ 10 വരെ പഠിച്ചുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. ഒന്നുമില്ലടാ, ജസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ കുക്ക് ചെയ്യാൻ നല്ലതാണെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കുക്കിങ്ങിന്റെ സംഭവം സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങളില്ലേ, ഇപ്പം പുറത്ത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഈ മുളകും മല്ലിയും കുരുമുളകും ഇതൊക്കെ ഇങ്ങനെ പൊടിച്ച് പാക്ക് ചെയ്ത് അടിപൊളിയായിട്ട് കൊടുക്കുന്ന എത്ര ഷോപ്പുണ്ട്, എത്ര പേരെ എനിക്ക് അറിയാമെന്നറിയാം. അപ്പം അവിടെ നല്ല കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്താണോ നമ്മളെ കൊണ്ട് പറ്റുക ആ രീതിയിൽ, കുഞ്ഞു രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ചെറിയ രീതിയിൽ നമുക്ക് നല്ല ഒരു വരുമാനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. നമുക്കൊരു നമുക്കൊരു നമുക്കത് ഫീൽ ചെയ്യും. അതാണ് ഏറ്റവും വലിയ കാര്യം. അതൊക്കെയാണ് 2025 ഞാൻ പഠിച്ച കാര്യങ്ങള്. ഇതൊക്കെ ഇപ്പൊ എന്റെ തലയിൽ ഓർമ്മ വരുന്നുള്ളൂ കേട്ടോ. ഹെയർ കട്ട് നെയിം ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ തവണയും ഓരോ ഹെയർ കട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്തവണ കറക്റ്റ് ലെയർ ആണ് വെട്ടിയേക്കുന്നത്. അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്റെ ഫേസിനെ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ എന്നോട് എന്തെങ്കിലും പറയും, ഇതാ ഈ കട്ടാണ് ചെയ്യുന്നതെന്ന്. ഞാൻ അത് ഇടുന്ന വീഡിയോയിൽ പറയാറുമുണ്ട് കേട്ടോ, ഇന്ന കട്ടാണ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ ലെയർ ആണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഡോഗ് എന്തിയെ ലക്കിയെ നമ്മൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നു. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അവൾക്ക് ട്രെയിനിങ് കൊടുത്തേക്കായിരുന്നു. അവള് ചെറിയ കുട്ടിയായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം അപ്പുവിന്റെ ദേഹത്തോട് ചാടി കയറിയിട്ട് നഖമൊക്കെ കൊണ്ടുകയറി. അപ്പുവിന് ഭയങ്കര പേടിയായിപ്പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ ലൈഫിലോ, അതായത് അവളുടെ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷം, ഓക്കെ, അത്രയും സമയം നമ്മളുടെ കൂടെ വേണ്ട ഒരാളാണ്. അപ്പൊ അവളിങ്ങനെ അനുസരണ ഇല്ലാതെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു ബേർഡൻ ആവരുതല്ലോ. നമ്മളെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് അയ്യോ അയ്യോ നമുക്ക് തോന്നരുതല്ലോ. അപ്പൊ അവക്ക് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവിട്ടു. 1 മാസം 1.5 മാസമായിരുന്നു കേട്ടോ ട്രെയിനിങ്. അത് കഴിഞ്ഞ് വന്നു. ഇനി 1 മാസം സീച്ചേട്ടൻ അവളെ ട്രെയിൻ ചെയ്യാണ് കേട്ടോ. ഒരുവിധം പറഞ്ഞാലൊക്കെ അനുസരിക്കുന്നുണ്ട്. ഇപ്പൊ വലിയ കുരുത്തക്കേടും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് ലക്കി ഇപ്പോ ഉള്ളത്. എന്ത് രസമാണ് ഈ പിക്ചർ ശരിക്കും. അതായത് ഞാൻ ആ പോസ്റ്റിൽ ഇട്ടേക്കുന്ന പിക്ചർ ആട്ടോ. എങ്ങായ പോലെ എടാ, നമ്മൾ ചില ഡ്രസ്സ് ഇടുമ്പോ നിങ്ങൾക്കിപ്പം എന്നോട് പലരും പറയാറുണ്ട്, ചേച്ചി ആദ്യത്തെ വീഡിയോയിലെ പോലെ അല്ല, ചേച്ചി ഇപ്പൊക്ക് ഭയങ്കര അഹങ്കാരമായി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, എന്ത് ഫാഷൻ ആയതാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെയല്ലടാ. ചിലപ്പോ നമ്മള് എല്ലാവർക്കും, എന്റെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാവരുടെയും, ഈ ലോകത്തുള്ള എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. നമ്മൾക്ക് ഒട്ടും പണം ഇല്ലെങ്കിലും നമുക്കില്ലെങ്കിലും നമുക്ക് കുറച്ച് ആഗ്രഹങ്ങൾ കാണുമായിരിക്കും. മനസ്സിലായോ? നമുക്ക് അങ്ങനെ വേണം, നമുക്ക് ഇങ്ങനെ വേണം, നമുക്ക് ഒരുപാട് പൈസയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓരോ ആഗ്രഹങ്ങൾ കാണുമായിരിക്കും. ഞാൻ എൻ്റെ 10th ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ, അതായത് എൻ്റെ ഇടയ്ക്കാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ജീൻസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, ടോപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, മുടി കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ എൻ്റെ അച്ഛൻ എന്നെ റെസ്ട്രിക്ട് ചെയ്യായിരുന്നു. എങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ച് മുടിയൊക്കെ വെട്ടുമായിരുന്നു. പക്ഷെ അവിടെ അതൊരു വലിയ റെസ്ട്രിക്ഷൻ ആയിരുന്നു എനിക്ക്. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഈവൻ സീച്ചേട്ടനായാലും ആദ്യം മുടി വെട്ടുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഓക്കെ സീച്ചേട്ടൻ പറയുന്ന പോലെ, അതായത് ഞാൻ കണ്ടു വളർന്നത് അതാണ്. ഇപ്പം ഈവൻ എന്റെ ചുറ്റുമുള്ളവരെല്ലാം അങ്ങനെയാണ്. ഈ കുറച്ച് നാളെ ആയിട്ടുള്ളൂ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ വേണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് വളരെ താമസിച്ചിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുടി വെട്ടുക, നമ്മൾ എന്ത് ഡ്രസ്സ് ഇടുക, നമുക്ക് എങ്ങനെയാ മേക്കപ്പ് ചെയ്യുക, ഇതൊക്കെ ഏട്ടന് മുടി വെട്ടാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അത് പൊതുവെയുള്ള ആൺകുട്ടികൾക്ക് ആർക്കും മുടി വെട്ടുന്ന ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് മുടി വെട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഈ കല്യാണ ടൈമില് അന്ന് സീച്ചേട്ടൻ മുടി കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ട് കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് പോയി ഞാൻ ഹെയർ കട്ട് ചെയ്തു, കട്ട് ചെയ്തു. എന്നിട്ട് തിരുപ്പം വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പിന്നെ വെട്ടാൻ സമ്മതിച്ചില്ലെങ്കിലും
ഇല്ലെങ്കിലും അതുകൊണ്ട് പോയി കട്ട് ചെയ്ത കേട്ടോ. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള പോലെ മുടി വെട്ടി എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും എല്ലാവരോടും നമ്മളിങ്ങനെ പോയി അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് വളരെ താമസിച്ചിട്ടാണ് എനിക്കത് മനസ്സിലായത്. നമുക്ക് നമ്മുടെ കുറച്ച് ഇഷ്ടങ്ങളില്ലേടാ. ഇപ്പൊ എന്നോട് അങ്ങനെ ഒന്നും പറയാറില്ല. മുടി വെട്ടണ്ട, ഡ്രസ്സ് അത് ഇടണ്ട, ഇങ്ങനെ ഇങ്ങനെ ഒന്നും ആരും എന്നോട് പറയാറില്ല കേട്ടോ. പണ്ടൊക്കെ പേടിയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ. കാരണം എന്റെ അച്ഛന്റെ കൂടെ ഞാൻ അങ്ങനെയാണല്ലോ വളർന്നത്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എ ക്യൂരിയോസിറ്റി, കല്യാണിയൊക്കെ എപ്പോഴും യൂട്യൂബ് ഇവന്റിനു പോയി കാണാറുണ്ട്, എന്നാൽ കുറെ യൂട്യൂബേഴ്സിനെ കാണാറില്ല. അങ്ങനെ ഇവന്റിനു ഇൻവിറ്റേഷൻ കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്താണെന്നാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പലരുടെയും വിഷമം എന്താണെന്ന് വെച്ചാൽ, അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്തിട്ട് നീ ഇവിടെ വരെ എത്തിയില്ലേ. പലരുടെയും വിഷമം അതാണ്. ഓ, ഇതിലും നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട്, വീഡിയോ ചെയ്യുന്നവരുണ്ട്, നീ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയില്ലേന്ന്. എത്ര പേർക്ക് അറിയാം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എത്ര പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന്. പേഴ്സണലി എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. എടാ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്ത് കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു അതിൽ നമുക്ക് ഇഷ്ടമായിട്ട് കുഞ്ഞ് വരുമാനം കിട്ടുന്നു എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. ഇനി ഈ ക്രൈറ്റീരിയ ഞാൻ പറയാം. നമ്മളൊന്നും ചെയ്തിട്ടല്ല യൂട്യൂബ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. നമുക്ക് മെയിൽ അയക്കാം. അവരായിട്ട് കുറച്ചു പേരെ സെലക്ട് ചെയ്തിട്ട് മെയിൽ അയക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അവര് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ടിക്കറ്റ്, നമ്മുടെ ഫുഡ്, നമ്മുടെ അക്കോമഡേഷൻ, നമ്മുടെ കാര്യങ്ങളെല്ലാം അവരാണ് നോക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് ചെലവാക്കി പോകേണ്ടി വരും. എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ യൂട്യൂബ് തന്നെ പെയ്ഡ് ചെയ്തിട്ടുള്ളതായിട്ടാണ് ഫുള്ള് നമുക്ക് പോയിട്ടുള്ളത്. അപ്പൊ അതെന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കും അവർക്ക് നമ്മളെ വിളിക്കാനുള്ള. അതല്ലാതെ ഞാൻ എന്ത് പറയാനാ, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വാങ്ങിക്കുന്നു. നമ്മളൊന്നും ചെയ്തിട്ടല്ല, അത് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് യൂട്യൂബ് മെയിൽ അയക്കുന്നതാണ്. കുറച്ചു പേർക്കാണ് ചെല്ലുന്നത്. അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് എന്തെങ്കിലും വച്ചിട്ടായിരിക്കും അവർ അയക്കുന്നത് കേട്ടോ. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല. ഞാൻ കുക്ക് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഞാൻ ഒരു ഓഫീസിൽ പോയിരുന്ന് വർക്ക് ചെയ്താൽ എനിക്ക് ഇത്രയും സന്തോഷം കിട്ടത്തില്ല. എനിക്ക് സ്ട്രെസ് ആവും, എനിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും എന്നും പറഞ്ഞ് ഞാൻ ഈ ചെയ്യുന്ന ജോലിയിലും എനിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കിന്ന് വീഡിയോ ഇടണ്ട, നാളെ ഇട്ടാൽ മതിയും ചോദിച്ചാൽ എന്നോട് ആരും വന്ന് ചോദിക്കുന്നില്ല എന്താ നിങ്ങൾ വീഡിയോ ഇടാത്തത്. സ്നേഹം കൊണ്ട് നിങ്ങൾ മാത്രമേ വന്ന് ചോദിക്കത്തുള്ളൂ. വേറെ എനിക്ക് പ്രഷർ തരാൻ ആരും ഇല്ല. അപ്പൊ ഇതാണ് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ കേട്ടോ. പിന്നെ ഞാൻ താണ്ട ഈ ഒരു ഡ്രസ്സില്ലേ, ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഡ്രസ്സ് ഞാൻ എവിടുന്ന് വാങ്ങിയതാണെന്ന്. ഇത് ഞാൻ വെസ്റ്റ് സൈഡിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴും ഇത് അവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ വെസ്റ്റ് സൈഡിന്ന് വാങ്ങുന്ന കേട്ടോ. എനിക്കിങ്ങനെ ജീൻസിന്റെ ഡെനിം വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കാണുമ്പോൾ ഞാനിങ്ങനെ വാങ്ങാറുണ്ട്. അപ്പൊ ഇപ്പോഴും അതവിടെ കിടപ്പുണ്ട്. ഇതിന്റെ 2 കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, ഒരു ഡാർക്ക് ബ്ലൂവും ഒരു ലൈറ്റ് ബ്ലൂവും. നിങ്ങളുടെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണ്? ഇപ്പൊ ഞാനൊരു ഡയറ്റിലാണ്. 75 ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ 71 എത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ 71 കിലോയാണ് ഉള്ളത് കേട്ടോ. അബൌട്ട് യുവർ ലൈഫ്. എടാ, എന്റെ ലൈഫ് ഞാനൊരു ഇത് ഒരുപാട് പേര് നമ്മളെ ഇഷ്ടമല്ലാത്തവരൊക്കെ കാണും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു സ്വപ്നജീവി തന്നെയായിരുന്നു. കുഞ്ഞിലെ ഒരു 5ാം ക്ലാസ് വരെ CBSEയിലാണ് കേട്ടോ പഠിച്ചത്. അതും അന്ന് എനിക്ക് സ്കൂളിലൊന്നും പോകുന്ന ഇഷ്ടമല്ലടാ. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ കാണാപ്പാടം പഠിക്കുക, പഠിച്ചില്ലെങ്കിൽ പുറത്ത് നിർത്തുക, ക്ലാസ്സിന് വെളിയിൽ നിർത്തുക. സിസ്റ്റേഴ്സ് ആട്ടോ. അപ്പം എന്നിട്ട് നമ്മളെ അടിക്കും. അതായത് ഒരു പോയം ഒക്കെ തന്നിട്ട് നമുക്ക് കാണാപ്പാടം പഠിച്ച് കേൾപ്പിക്കണം. അങ്ങനെയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെന്റ് സ്കൂളിലോട്ട് വന്നു. കടമ്പനാട് സ്കൂളിൽ ഗേൾസ് ഹൈ സ്കൂളിലോട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് കുറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അങ്ങനെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. കുറെ അടിയും തൊഴിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കൂടുതലും ഇപ്പം പഠിക്കുക, ഒരു പാഠപുസ്തകം എടുത്തത് കാണാപ്പാഠം പഠിക്കുന്നതിനോട് എനിക്ക് ഒട്ടും പറ്റൂല. എന്റെ മൈൻഡിൽ അത് നിൽക്കുകയില്ല കേട്ടോ. എന്ന് വെച്ചാ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഹിന്ദിക്ക് പ്രദീപ് സാറ് ക്രോധം എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. അപ്പൊ അത് പഠിച്ച് ആ പാഠം ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചു കേൾപ്പിക്കണം. അപ്പൊ അത് പഠിച്ച് കേൾപ്പിച്ചില്ലെങ്കിൽ അടിക്കും. അടി എന്നൊക്കെ വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ കൈയുടെ മുട്ടിലൊക്കെ ആയിരിക്കും, അല്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒയ്യോ, ഇപ്പോഴും ഈ നിമിഷം എനിക്ക് ക്രോധം എന്ന് വെച്ചാൽ ക്രോസെ ബച്ചനെ के लिए मंच को चाहिए वह अपने मन में दृढ़ता से पहले ही प्रण करेंगे वह उस दिन क्रोध ना करेंगी फिर चाहे उसकी कितनी भी ഇങ്ങനെ ആ ഒരു പാഠം ഫുൾ എനിക്ക് കാണാപ്പാടാണ്. കാരണം
കാരണം പേടിച്ചിട്ടന്ന് പഠിച്ചതാണ്. പേടിച്ചിട്ട്. കാരണം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അന്നും എനിക്കിഷ്ടമുള്ള കാര്യങ്ങള് ഡാൻസ് കളിക്കുക, ബ്യൂട്ടീഷ്യൻ ചെയ്യുക, ഒരുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ പഠിച്ച് അതെനിക്ക് അന്നും ദഹിക്കത്തില്ല. ഇപ്പോഴും എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ചിന്തിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്യുക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമായിരുന്നു. ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഈ മുത്തില്ലേ, മുത്തിന്റെ സാധനങ്ങളും കൊണ്ട് നമ്മളെ ജില്ല ജില്ല സബ് ജില്ല അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടുമായിരുന്നു. സ്പോർട്സിനുണ്ടായിരുന്നു ഹൈ ജമ്പ്, ലോങ് ജമ്പ്, റിലേ, ഇതിലൊക്കെ എനിക്ക് പ്രൈസ് കിട്ടുമായിരുന്നു. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസ്സിൽ ഇരിക്കണ്ടല്ലോ, അങ്ങോട്ട് ചാടാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊക്കെ ചേരുന്നതായിരുന്നു. ആ. അങ്ങനെ വളർന്ന് ഞാൻ പ്ലസ് ടുവിന് ചേർന്നു. പ്ലസ് ടുവിന് എനിക്ക് 2 സ്കൂളിലാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് ഇന്ന സ്കൂളിൽ തന്നെ പോകണം എന്നുണ്ടായത്. ഞാൻ ഡോക്ടർ സി ടി ഇപ്പൻ മെമ്മോറിയലിൽ മാനേജ്മെന്റ് സീറ്റിലാട്ടോ കയറിയത്. എനിക്ക് മറ്റേ സ്കൂളിൽ പോണ്ട, അവിടെ അടൂരാണ് കിട്ടിയത്. അടൂർ എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭരണിക്കാവില് മാനേജ്മെന്റ് സീറ്റിലാണ് കയറിയത്. ഞാൻ അവിടെ പോയോണ്ട് എന്റെ ഫ്രണ്ട്സും പൈസ കൊടുത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡിഗ്രിക്ക് കിട്ടിയത് ഒന്ന് ശാസ്താംകോട്ട കോളേജിൽ DB കോളേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു സുവോളജിക്ക്. പക്ഷെ എനിക്ക് സുവോളജി വേണ്ടാത്തതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസിന് അടൂര് പഠിക്കാൻ പോയി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു, അപ്പുകുട്ടനെയൊക്കെ ആയി. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ അതുവരെ ഇങ്ങനെ പറന്നു നടക്കുന്നവര് പെട്ടെന്ന് നമ്മളെ പിടിച്ചൊരു കൂട്ടിലിട്ടിട്ട് നമ്മൾ പലരുടെയും പലരാവുകയാണ്, നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ വരികയാണ്. അതൊക്കെ എനിക്ക് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വൺസ് അത് എല്ലാം ദഹിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ അടിപൊളിയായിരുന്നു, ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഞാൻ ചിരിച്ചുകൊണ്ടൊന്നും ഇരിക്കല്ലോ കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കും. ഈവൻ കുറച്ചു മുമ്പും എനിക്ക് വിഷമം വരും. അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ യൂട്യൂബേഴ്സിന്റെ ഒക്കെ ലൈഫ് ആ കാണുന്നതാണ് എന്ന് വിചാരിക്കും. അല്ല, ഞാൻ എന്ത് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ 1 മണിക്കൂർ കണ്ടിട്ട് ഒരിക്കലും എന്റെ ലൈഫിനെ വിലയിരുത്തരുത്. ബാക്കി 23 മണിക്കൂറും ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ വിഷമം വേറെ എന്തിലെങ്കിലൂടെ ഒക്കെ കടന്നു പോവായിരിക്കും. അപ്പോ 1 മണിക്കൂറത്തെയോ അല്ലെങ്കിൽ 1 മിനിറ്റിലെയോ വീഡിയോ കണ്ടിട്ട് എന്റെ ലൈഫ് പോലെ വേണം, എനിക്ക് ഇതുപോലെ ജീവിക്കണം എന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ട്. ചേച്ചി, പ്രഗ്നൻസിയിലെ സ്ട്രെച്ച് മാർക്ക് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? എടാ, നമുക്കിപ്പോ ഒരുപാട് സ്ട്രെച്ച് മാർക്ക് മാറാനുള്ള ക്രീം ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു വരും. മാറില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ തേച്ചാലും എന്റെ അറിവില് അത് മാറില്ല കേട്ടോ. കാരണം അത് സ്കിന്നിന്റെ ഒരുപാട് ലെയറിൽ ഇങ്ങനെ വന്നേക്കാണ്. അത് ഒരു ക്രീം തേച്ചാലും അത് മാറില്ല. ഈവൻ എനിക്കും ഉണ്ട് സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളും ഒക്കെ. അത് സാരമില്ല. അത് നിങ്ങളിങ്ങനെ വലിയൊരു അയ്യോ എന്റെ വയറിലെല്ലാം സ്ട്രെച്ച് മാർക്ക് ആയി എന്ന് വിഷമിക്കാതെ അതൊരു പടം വരച്ചേക്കുന്ന പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നല്ല രസാണ്. ഒരു പടമാടാ വരച്ചേക്കുന്നേ, അത്രേ ഉള്ളടാ. അല്ലാതെ എല്ലാവർക്കും ഉണ്ട്. അതില്ലെങ്കിലും ഒന്നുമില്ല, ഉണ്ടെങ്കിലും ഒന്നുമില്ല. നമ്മളെ സ്നേഹിക്കുക, നമ്മളെ നന്നായിട്ട് അതിനെന്താ. എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ലാതൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കൊരു ബേബി ഉണ്ട്, നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ട്, അതാ കുഞ്ഞ് കിടന്നതിന്റെ അല്ലേ, അവൻ പടം വരച്ചതാന്നൊക്കെ വിചാരിച്ചാൽ മതി കേട്ടോ. സ്ട്രെച്ച് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് മാറാൻ, ഫെയ്ഡ് ആവാൻ എന്റെ അറിവില് ഒരു ക്രീമും ഇല്ല കേട്ടോ. പിന്നെ കുറെ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താൽ ഒരുവിധം ഫെയ്ഡ് ആകുമെന്ന് തോന്നുന്നു. വാണ്ട് വൺ മോർ ബേബി. ശരിക്കും എനിക്ക് 3 കുട്ടികൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അപ്പുനെ പ്രഗ്നന്റ് ആയി ഡെലിവറി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആ ടൈമില് സീച്ചേട്ടനും അറിവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും. ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും എനിക്കിത് പറയുമ്പോൾ അപ്പം ഞാൻ കരയും. കാരണം കാരണം ഞാൻ അത്രയും ഒരു ഇതിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും നാള് ഞാൻ സിനിമയ്ക്ക് പോവും, കറങ്ങാൻ പോവും, അങ്ങനെയൊക്കെയായിരുന്നു. ഈവൻ ചീച്ചാട്ടന്റെ അമ്മ പറയുമായിരുന്നു നീ തിയേറ്ററിൽ പ്രസവിക്കുമെന്ന്. കാരണം അതുപോലെ സിനിമയ്ക്ക് പോവും, നമ്മളിങ്ങനെ നടക്കല്ലേ. അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മളെ ഒരു കൂട്ടിലിങ്ങനെ അടയ്ക്കുന്ന പോലെ അടയ്ക്കുമ്പോ പിന്നെ നമുക്ക് തോന്നുമ്പോ ഉറങ്ങാൻ പറ്റത്തില്ല. അതുവരെ നമുക്ക് തോന്നുമ്പോ ഉറങ്ങാം, തോന്നുമ്പോ എഴുന്നേക്കാം, അങ്ങനെയല്ലേ. പിന്നെ നമുക്ക് തോന്നുമ്പോ ഉറങ്ങാൻ പറ്റത്തില്ല, കുഞ്ഞിനെ എടുക്കണം, ഇങ്ങനെ പാല് കൊടുക്കുമ്പോ നിപ്പിള് പെയിൻ വരും. പിന്നെ അവൻ ഉറങ്ങാത്തത്, അവനൊരു 3-4 മാസം ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ആ ഗ്യാസിന്റെ പ്രശ്നം വരുമ്പോ നാട്ടുകാരും വീട്ടുകാരും മൊത്തം ഓ നിന്റെ കൊച്ചിന് മാത്രം ഇത് അങ്ങനെ ചെയ്യാഞ്ഞിട്ടാ ഇങ്ങനെ ചെയ്യാഞ്ഞിട്ടാന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താൻ സൈഡിൽ നിന്ന്
പേരും കാണും. ഉറക്കമില്ലായ്മ, ഇപ്പൊ കുഞ്ഞ് കരയുമ്പോഴത്തേനും സിച്ചിനെ പറയും പോ കുഞ്ഞിന്റെ അടുത്ത് പോ അങ്ങനെ. അപ്പൊ എനിക്ക് എങ്ങനെങ്കിലും കുഞ്ഞിനെ കിടത്തിയിട്ട് ഞാൻ സിച്ചന്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ ഇരിക്കും, എന്റെ ലൈഫ് തീർന്നു, എന്റെ ലൈഫ് തീർന്നു, അങ്ങനെ രാമനാമം പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങളിപ്പോ ഒരു പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 4 വർഷം നിങ്ങൾ കുഞ്ഞിന് വേണ്ടി കൊടുക്കേണ്ടി വരും. ഒരു 4 വർഷം കൊടുക്കേണ്ടി വരും. അതങ്ങനെയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ 2 പേരെ കുഞ്ഞിനെ നോക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആളെ വെക്കുകയാണെങ്കിൽ ഓക്കെ. എനിക്ക് ഈ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ വരെ എടുത്തുകൊണ്ട് നടക്കും. എന്നിട്ട് എനിക്ക് കയ്യിൽ നീരൊക്കെ വന്നിട്ടുണ്ട് എന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ അങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് കുട്ടികളെ. പക്ഷെ വൺസ് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഹോർമോൺ ചേഞ്ചിന്റെ ആണോ എന്ന് അറിയത്തില്ല, നമുക്ക് ഭയങ്കര പ്രഷറും ഒന്നും നമ്മുടെ ബോഡിക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. പ്ലസ് ഈ ഒരു പാല് കൊടുക്കുക, കുഞ്ഞ് കരയുക, ഉറക്കം കിട്ടാതിരിക്കുക, വേദന, ഇതെല്ലാം കൂടെ ആയിട്ട് നമ്മളൊരു വല്ലാത്ത സ്റ്റേജിലേക്ക് പോകും. സോ എന്റെ പോലെ ഒരു സ്വപ്നജീവി ആവാതെ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം, അതായത് എൻ്റെ ഒരു 4 വർഷം ഞാൻ ആ കുഞ്ഞിന് വേണ്ടി കൊടുക്കണം എന്ന് മനസ്സിൽ വെച്ചിട്ട് മാത്രം പ്രഗ്നന്റ് ആവുക, കുഞ്ഞിന് വേണ്ടി നിൽക്കുക. ആ 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പിന്നെയും തുടങ്ങും. അത് കഴിഞ്ഞും അതിന് മുമ്പും തുടങ്ങാം. പക്ഷേ അത് കഴിയുമ്പോൾ നിങ്ങൾ ഫുള്ള് ഫ്രീ ആവും കേട്ടോ. പിന്നെ സ്കൂളിൽ പോകാനും അംഗനവാടിയിൽ പോകാനും ഒക്കെ തുടങ്ങും. അപ്പം ഡെലിവറി കഴിഞ്ഞ് എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു, എനിക്കിനി ഈ ലൈഫൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, വൺസ് ഞാനും ഇങ്ങനെ ചിന്തിച്ച ആൾ തന്നെയാണ്, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ആ ഒരു ടൈം കഴിഞ്ഞ് മാറും കേട്ടോ. അപ്പൊ ചോദിച്ചത്, ഇനി രണ്ടാമത് എനിക്ക് പ്രഗ്നന്റ് ആവാൻ നല്ല പേടിയുണ്ട്. എനിക്ക് ഡെലിവറിക്ക് പേടിയൊന്നുമില്ല, കാരണം ഞാൻ വേദന സഹിക്കുന്ന ആളല്ല കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് അലറിക്കരയും. എനിക്കത് ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ടാണ് ഞാൻ അലറിക്കരയുന്നത്. കാരണം അത് എന്റെ വീട്ടിലൊക്കെ എല്ലാവരും എന്നോട് പറയും നീ വേദന സഹിക്കാത്തോണ്ടാണ്. പക്ഷെ എനിക്ക് ആ വേദന സഹിക്കാൻ വയ്യ. എനിക്കത് ഭയങ്കര പെയിൻ ആയിട്ടാ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അലറി കരയുന്നത്. അപ്പം എനിക്ക് പിന്നെയും ഡെലിവറിക്ക് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഞാൻ നോക്കുന്നത്, ആ കരച്ചില്, ഉറക്കമില്ലാത്ത രാത്രി, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആയിട്ട് എനിക്ക് ഒരാളെ ഇപ്പൊ എന്റെ അമ്മയും ചേട്ടൻ്റെ അമ്മയൊക്കെ വയസ്സായിട്ട് വരുമല്ലേ, ഒരാളെ എനിക്ക് ആ ബേബി ഒന്ന് കരഞ്ഞ എനിക്ക് ഇച്ചിരി നേരം ഉറങ്ങുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് എടുത്തുകൊണ്ട് നടക്കാൻ ഒരാളെ എനിക്ക് ഇവിടെ നിർത്താൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ ഓക്കെ, അടുത്ത പ്രഗ്നന്റ് ആവാം എന്നുള്ള രീതിയാണ് കേട്ടോ ഞാൻ ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, എനിക്കൊരു മോളെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഇത്ര ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മോളല്ലായിരിക്കും മോനായിരിക്കും എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എനിക്കൊരു മോളെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് എട്ട പിള്ളേർ പെൺപിള്ളേരായാലും മതിയായിരുന്നു. എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത്, യൂട്യൂബ് വന്ന ശേഷം കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട്സ്. യൂട്യൂബ് വന്ന ശേഷം എന്റെ മനസ്സിൽ തുടക്കത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോയിൽ കൂടെ ഒക്കെ എല്ലാരെയും കണ്ടിട്ടില്ലേടാ. അപ്പൊ നമ്മുടെ മനസ്സിൽ അവർക്കൊക്കെ ഒരു 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 രൂപമുണ്ട്, അങ്ങനെയാണ് എന്നുള്ള രൂപം. അപ്പോ കുറെ അബദ്ധം പറ്റിയിട്ടുള്ളത്, കുറെ അബദ്ധമൊന്നും പറ്റിയിട്ടില്ല എന്തായാലും. അതങ്ങനെയല്ല, നമുക്ക് ഒരുപാട് സർക്കിൾ ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ല. നമുക്ക് ചുറ്റും കുറച്ച് പേര് മതി. ആ ഉള്ളവര് ഭയങ്കര ജെന്യുവൻ ആയിട്ട് ഭയങ്കര നല്ല ആൾക്കാരാവണം എന്നേ ഉള്ളൂ കേട്ടോ. അതിലോ എനിക്ക് എന്റെ അറിവില് എനിക്കിപ്പോ എന്റെ ചുറ്റുമുള്ളത് ഉണ്ണിവാവ വ്ളോഗ്സിലെ ചേച്ചിയാട്ടോ. ഉണ്ണിവാവ മിനി ചേച്ചി. കാരണം ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ചേച്ചിയാണ്. പിന്നെ സുബിത ചേച്ചിയുണ്ട്. സുബിത ചേച്ചിക്ക് ഞാൻ അങ്ങോട്ടാട്ടോ മെസ്സേജ് അയച്ചത്, വീഡിയോസ് ഒക്കെ പണ്ടോട്ടെ കണ്ടിട്ട്. അങ്ങനെ സുബിത ചേച്ചിയായിട്ട് നല്ല കൂട്ടാണ്. പിന്നെ ട്വിൻ സ്റ്റാർസിലെ അഞ്ജും കീത്തും നല്ല കുട്ടികളാണ് കേട്ടോ. അവരുമായിട്ടും നല്ല കൂട്ടാണ് എനിക്ക്. പിന്നെ ജിനി ചേച്ചി, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ ഭയങ്കര ക്ലോസ് സർക്കിളിലുള്ള എൻ്റെ നിർണ, രവീണ, അൻവർ, രേഷ്മ, ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കേട്ടോ. കുറേ പേരായിട്ട് പരിചയമുണ്ട്. കുഞ്ഞപ്പൻ, പിന്നെ ഞാൻ ആരെങ്കിലും ഒക്കെ വിട്ടുപോയോ ഭഗവാനെ എന്ന് എനിക്കിപ്പോ പേടിയുണ്ട് കേട്ടോ. കുറച്ചു പേരായിട്ടൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ അമൃത, അത് ഞാൻ അങ്ങനെ തന്നെ നല്ല രീതിക്ക്, എന്നെ കൊണ്ട് പറ്റുന്ന നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതല്ലാതെ എനിക്കിപ്പോ പുറത്തുനിന്ന് വേറെ ആരുമായിട്ട് ഇങ്ങനെ കൂട്ടു വേണമെന്നോ അങ്ങനെയൊന്നും ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. കാരണം ഉള്ള സർക്കിള് നല്ല സർക്കിളായിട്ട് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അടുത്ത എന്റെ നെക്സ്റ്റ് അംബീഷൻ എന്താന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വലിയൊരു അംബീഷൻ ഉണ്ട്, പക്ഷെ അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പറയാൻ കുഴപ്പമില്ല അല്ലെ. എനിക്കൊരു
എല്ലാരും തുണി ബിസിനസ്സും ഓർണമെന്റ് അങ്ങനെയൊക്കെ തുടങ്ങുമ്പോൾ എനിക്കൊരു റെസ്റ്റോറന്റ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഇതിവിടെ പറഞ്ഞാൽ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല. പലരും ഇങ്ങനെ പറയാറുണ്ട് നമ്മളൊരു കാര്യം നടന്നിട്ടേ പറയാവൂന്ന്. പക്ഷെ ഇതെന്റെ വലിയൊരാഗ്രഹമാണ്. ഞാൻ അതിനത്രയും കഷ്ടപ്പെട്ടാനും റെഡിയാണ്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആൾക്കാർക്ക് നമ്മൾ അത്രയും സ്നേഹത്തോടെ ഫുഡ് ഉണ്ടാക്കി അത് സെർവ് ചെയ്ത് അവരത് കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്റെ ഇത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ചിലപ്പോൾ എന്റെ വഴക്ക് പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത് നടന്നിട്ടല്ലേ പറയണ്ടേന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ നിങ്ങളോടായിട്ട് പറയാണ്, എന്റെ വലിയൊരാഗ്രഹമാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങണം. ഒരെണ്ണമല്ല, ഒത്തിരി 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 തുടങ്ങണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണും അവിടെ ഇങ്ങനെ ഓരോരുത്തർ കഴിക്കാൻ വരുന്നതൊക്കെ. ഇങ്ങനെ എന്റെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. നോക്കാം അല്ലെ. ചേച്ചി ഏത് വരെ പഠിച്ചു? ജോലി നോക്കാത്ത എന്താ? ചേട്ടന്റെ ജോലി എന്താ? ചേച്ചി BSc കമ്പ്യൂട്ടർ സയൻസ് വരെ പഠിച്ചു. എന്നിട്ട് MScക്ക് കയറാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിർബന്ധമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നടാ കുഞ്ഞ് പ്രഗ്നന്റ് ഒക്കെ ആയിട്ട് പിന്നെ എല്ലാം ആ വഴിക്കങ്ങ് പോയി. പിന്നെ ഞാൻ ജോലി നോക്കാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോളെ ഞാൻ ഈ ചെയ്യുന്നത് ഒരു ജോലിയാണ്, ഇതിന് നമുക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റും, പ്ലസ് എന്റെ അപ്പുക്കുട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കാം. എനിക്ക് പുറത്തു പോയി ജോലി ചെയ്ത് എനിക്ക് വരുമ്പോ എന്റെ അപ്പുക്കുട്ടനോട് ഹാഷ് ബുഷ് ബുഷ് അതെനിക്ക് വയ്യ. എനിക്ക് അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, എന്റെ ഭർത്താവിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് ഈ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടൊരു ജോലി തന്നെയാട്ടോ ചെയ്യുന്നത്. പണ്ട് ഞാനിങ്ങനെ ചേട്ടന്റെ ജോലി എന്താണെന്നൊന്നും പറയത്തില്ല കേട്ടോ. കാരണം അത് ചേട്ടൻ പറയരുത്. അതുകൊണ്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ പണ്ട് അറിയാലോ, പണ്ട് നമ്മൾ ഫേസ്ബുക്ക് ഒക്കെ തുറക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഇടത്തില്ല. കാരണം ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ, മോർഫ് ചെയ്താലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട്. അതുപോലെ തന്നെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേട്ടനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേ 24 മണിക്കൂറും ഇത് കണ്ട് അതായത് ഫോണും ക്യാമറയും കണ്ട് സീച്ചേട്ടനും അതിലോട്ട് അങ്ങ് ഇൻവോൾവ് ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ അത് സ്ഥിരം കണ്ട് വന്നൊരു സാധനമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴോ വീഡിയോയിൽ കാണിക്കുമ്പോഴോ ഒന്നും സീച്ചേട്ടനും അത്ര വലിയ പ്രോബ്ലം ഇല്ല കേട്ടോ. ഇതെന്തായി തീരും എങ്ങനായി വരും എന്നൊന്നും പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കും വരാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ചേച്ചി, ഒരു സംശയം. യൂട്യൂബിൽ കാണുന്ന പോലെ സന്തോഷവതിയാണോ ജീവിതത്തിലും, അതോ വീഡിയോസ് ആണോ ഇത്രയും സന്തോഷമുണ്ട്, ഇങ്ങനെ കാണുമ്പോൾ ജീവിതം ഹാപ്പി ആണെന്ന് തോന്നുന്നു, യാഥാർത്ഥ്യം എന്താണെന്ന് പറയണം. നമ്മളൊരു സിനിമ ഷൂട്ടിങ്ങിന് പോയി. അവിടെ പോയി കഴിയുമ്പോൾ അവിടെ എന്തോരം കട്ടിങ്ങും ബഹളവും റീടേക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ എല്ലാവരും വീഡിയോ ഇടുന്നത്. കാരണം അവിടെ ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യുമ്പോഴും അതിൽ കുറെ ആംഗിളൊക്കെ നിങ്ങൾ ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ എഴുന്നേറ്റ് ചെന്ന് മാറ്റി വച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനെന്നല്ല, എല്ലാവരും പ്രേക്ഷകര്, അതായത് ആളുകൾ എന്ത് കാണണം എന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ഞാൻ പുറമേ കാണിക്കുന്നുള്ളൂ. എല്ലാവരും അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ, എടാ എന്റെ ലൈഫിലും എന്റേതായിട്ടുള്ള പ്രോബ്ലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ എപ്പോഴും ഹാപ്പി ഒന്നുമല്ല. ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഇടുന്ന കണ്ടിട്ടുണ്ട്, ചേച്ചി അടുത്ത ജന്മത്തിൽ ചേച്ചിയെ പോലെ ജനിക്കണം. ഞാൻ അടുത്ത ജന്മത്തിൽ എന്നെ പോലെ ജനിക്കണ്ട, വേറെ ആരെങ്കിലും പോണം ജനിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും എനിക്കിപ്പോ വേറെ ആരെങ്കിലും പോലെ അവരെന്ത് ഹാപ്പി അങ്ങനെ തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമല്ല. നമുക്ക് കിട്ടിയതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ വേറൊരാളുടെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും ഒന്നും ആവൂല. നമുക്ക് കിട്ടിയതിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. അയ്യോ എനിക്ക് അറ്റ്ലീസ്റ്റ് എഴുതാൻ പേനയുണ്ടല്ലോ, എനിക്ക് ഒരു കിടക്കാൻ കട്ടിലുണ്ടല്ലോ, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു വീടുണ്ടല്ലോ. ഇപ്പൊ വാടക വീട്ടിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് വാടകയ്ക്ക് നിൽക്കാനെങ്കിൽ ഒരു വീടുണ്ടല്ലോ. അങ്ങനെ നമ്മൾക്ക് എന്താണോ കിട്ടിയത് അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇതിൽ എന്റെ ഉത്തരവുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല. നമുക്കും സങ്കടങ്ങളും വിഷമങ്ങളും കരച്ചിലും എല്ലാം ഇതിൽ ഉണ്ട്. അതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ ലൈഫ് ഇംപ്രൂവ് ആയത് യൂട്യൂബ് കാരണമാണോ? ആരാ കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ ലൈഫ് എന്റെ പേഴ്സണലി എനിക്ക് ഇംപ്രൂവ് ആയത് യൂട്യൂബ് കാരണം തന്നെയാണ്. പിന്നെ ഒരു കാരണം ഉണ്ടടാ, എനിക്ക് കുറച്ച് റബ്ബറും തോട്ടം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്ന് എനിക്ക് മാസം ഒരു വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ചേച്ചിയുടെ യൂട്യൂബ് ചാനലിന്റെ നെയിം മൈ വേ ബൈ കല്യാണി എന്ന് ഇടാൻ കാരണം എന്താണ്? യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കിങ്ങനെ ഭയങ്കര എന്ത് പേരിടുന്നു ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇട്ടത് അപ്പുക്കുട്ടന്റെ അമ്മക്കുട്ടി എന്നായിരുന്നു കേട്ടോ. പക്ഷെ പോകെ ഞാൻ അപ്പുക്കുട്ടന്റെ അമ്മക്കുട്ടി മാത്രമല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത എന്റെ ഇങ്ങനെ ഉള്ളിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പേര് മാറ്റിയിട്ട് മൈ വേ ബൈ കല്യാണി എന്നാണ്. അതിൽ തന്നെ ഉണ്ട് അതിന്റെ മീനിങ്. മൈ വേ,
ബൈ കല്യാണി. ഞാൻ എന്താണോ എന്റെ വഴി, എന്റെ വഴി ഞാൻ എന്തൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുന്നോ, ഊട് വഴിയിലൂടെ സഞ്ചരിക്കുന്നോ, അതൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അപ്പൊ അത് ആ ഒരു എന്റെ ചാനലിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ പേര്. വിച്ച് ഈസ് ദി മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പ്ലേസ് ഇൻ യുവർ ഹോം? എന്റെ ബെഡ്റൂം, അടുക്കള. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ രണ്ട് സ്ഥലത്തായിരിക്കും. കാരണം നിങ്ങളും എന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്റെ അടുക്കളയിലായിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ എന്റെ ബെഡ്റൂമിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കയറും. പിന്നെ മുകളിൽ ഈ ചെടിയുടെ മുറ്റമില്ലേ, നമ്മുടെ മുറ്റത്ത് വൈകുന്നേരം ഒക്കെ ചെന്നിരിക്കാൻ നല്ല രസമാണ്. ഇപ്പൊ പപ്പി നമ്മുടെ ലക്കി കൂടെ ഉണ്ടായതുകൊണ്ട് അവളെയും കൊണ്ട് അവിടെയൊക്കെ നടക്കുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് നല്ലപോലെ റിലാക്സ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കും. അതൊക്കെയാണ് എന്റെ ഹാപ്പി പ്ലേസ്. യൂട്യൂബ് തുടങ്ങാൻ വീട്ടുകാരെല്ലാം സപ്പോർട്ടായിരുന്നോ? യൂട്യൂബിൽ ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിട്ടാണോ തുടങ്ങിയത്? ആരാണ് യൂട്യൂബ് തുടങ്ങാനുള്ള മോട്ടിവേഷൻ തന്നത്? യൂട്യൂബ് തുടങ്ങാനുള്ള മോട്ടിവേഷൻ ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ് കേട്ടോ. കാരണം നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം, നമ്മളെ മോട്ടിവേഷൻ ചെയ്താലേ നമ്മൾ കയറി വരൂ എന്നൊന്നും ചിന്തിക്കരുത്. നമ്മൾ കഷ്ടപ്പെടാൻ റെഡിയാണോ, അങ്ങ് തുടങ്ങിയേക്കണം. ആ ഒരു ടൈമിൽ എന്റെ അമ്മയാട്ടോ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിലും അമ്മ ഇങ്ങനെ വിളിക്കും. ഞാൻ എപ്പോഴും എന്റെ അമ്മ രാജ്യമ്മ രാജ്യമ്മ എന്നാ വിളിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തിനാ പേരെടുത്ത് വിളിക്കുന്നത്. അത് അങ്ങനെ ശീലിച്ചു പോയോണ്ടാണ് കേട്ടോ. അപ്പൊ അമ്മ വിളിക്കും, ഇന്നെന്താ വീഡിയോ ഇടാഞ്ഞ്, ഇന്നെന്താ വീഡിയോ ഇടാഞ്ഞെന്ന് പറഞ്ഞ ആ ഒരു ടൈമിൽ അമ്മ എപ്പോഴും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. സീച്ചാറിന് ഇങ്ങനെ പേടിയായിരുന്നു. യൂട്യൂബൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ മുഖം കാണിക്കാവോ, അങ്ങനെ അങ്ങനെ എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് മുഖം കാണിക്കരുതെന്നൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നേ. കാരണം പേടിയാണ് ആ ടൈം. ഇത് എനിക്ക് തോന്നുന്നു 90s കിഡിന് നന്നായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടില്ല, ഇൻസ്റ്റയിൽ ഫോട്ടോ ഇടില്ല, വാട്സ്ആപ്പ് DP പോലും നമ്മൾ നമ്മുടെ ഇടത്തില്ല. അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു പണ്ട്. അപ്പം ആ ഒരു ടൈമിൽ യൂട്യൂബിൽ ഫേസ് കാണിക്കുക എന്നുള്ളത് പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് സീച്ചേട്ടനും ഇങ്ങനെ മുഖം കാണിക്കരുത് അങ്ങനെയൊക്കെ പറയായിരുന്നു. ഫസ്റ്റ് യൂട്യൂബ് ഇൻകം 8000 സംതിങ് രൂപയാണെന്നാണ് ഇപ്പൊ എന്റെ ഓർമ്മ. അതായിരുന്നു എന്റെ ആദ്യത്തെ ശമ്പളം. ഫസ്റ്റ് ഒരു വലിയ കോൺട്രവേഴ്സി ചേച്ചിയുടെ പേരിൽ ഉണ്ടായപ്പോ സിജിച്ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തവർ ഓർ സിജിച്ചേട്ടൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കണ്ട, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ സിജിച്ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്ന് ചേച്ചിയുടെ പേരിൽ കളിയാക്കൽ സിജിച്ചേട്ടൻ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ സപ്പോസ് അങ്ങനെ ഉണ്ടായാൽ എന്താകും ചേച്ചിയുടെ റിയാക്ഷൻ? ഒന്ന്, അങ്ങനൊരു വലിയ സംഭവം ഉണ്ടായപ്പോ സീച്ചേട്ടന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ചില്ല്. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ 6-7 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പം സീച്ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര പക്വതയായിട്ടാട്ടോ ചെയ്യാറുള്ളത്. ഞാനിങ്ങനെ വെകളി വിളിച്ച പോലെ ഇങ്ങനെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഓവറായിട്ട് റിയാക്ട് ചെയ്യും, ഓവറായിട്ട് കരയും, ഓവറായിട്ട് എല്ലാ കാര്യത്തിനെയും കാണും. അങ്ങനെ ഒരാളായിരുന്നു. അപ്പൊ ആ സമയത്ത് സീച്ചേട്ടൻ ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ടാണ്, എങ്ങനെ ഇരിക്കും എന്ന് പറയും. പക്ഷെ നമുക്ക് ഉണ്ടാവുന്ന ഒരു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് എനിക്ക് അത്രയും വലിയൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്രയും വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നത്. ശരിക്കും ശരിക്കും ഞാൻ ഒരുപാട് കരഞ്ഞു. രാത്രി ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ വിഷമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട്, ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് എനിക്ക് യൂട്യൂബൊക്കെ നിർത്താൻ, ഞാൻ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഫോണിൽ ഡിലീറ്റ് ചെയ്യാൻ ടീച്ചറെ സമ്മതിച്ചില്ല എന്നെ. എന്നോട് പറഞ്ഞു, നീ ചിന്തിച്ചിട്ട് നാളെ ചെയ്യും. ഇപ്പൊ ഈ ഒരു പ്രഷറിൽ നീ ആലോചിച്ചാൽ നീ അങ്ങനെ ചെയ്യരുത്. നീ ചിന്തിക്ക്. ഓക്കെ, നാളെ നിനക്ക് ചെയ്യണമെങ്കിൽ നീ നാളെ ചെയ്തോ, രാവിലെ എഴുന്നേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ ആ രാത്രി 2 മണിക്ക് എനിക്ക് എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെടണം, എനിക്ക് വീട്ടിലിരുന്നാൽ മതി, എനിക്ക് ആരും ഫേസ് ചെയ്യേണ്ട, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോണ്ടല്ലോടാ, നമുക്ക് കുറെ പേര് നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ നമുക്കിങ്ങനെ നമ്മുടെ കൂടെ അത്രയും നാൾ നിന്നിട്ട് ഒരു ഇത് വരുമ്പോ നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോ നമുക്കൊരു വിഷമം വരുമല്ലോ. അതെനിക്കല്ലേ കാണാൻ പറ്റൂ. അപ്പം അതും പിന്നെ കുറെ പേരിങ്ങനെ നെഗറ്റീവും ഇടുമല്ലോ. അപ്പൊ എല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതും പിന്നെ ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ കുറെ ആൾക്കാർ ഈ ലിങ്ക് ഷെയർ ചെയ്തിട്ട് നീ ഇത് കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു തരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ഒരു പ്രഷറായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഭയങ്കര കൂളാണ്. കാരണം ഇതൊക്കെ എങ്ങനെ നേരിടണം, എങ്ങനെ ഇതിനെയൊക്കെ ഇത് ചെയ്യണം എന്ന് എനിക്കിപ്പോ നന്നായിട്ട് അറിയാം.
നമ്മളിങ്ങനെ ഒരാൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ പ്രൊവോക്ക് ചെയ്യരുതെന്ന് പഠിച്ചു. ലൈഫിൽ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മളത് ഓക്കെ കാമായിട്ട് നിൽക്കുക. ഓക്കെ നമ്മളോട് താല്പര്യം ഇല്ലാത്തവർ പൊക്കോട്ടെ, എന്തിനാ നമ്മൾ അവരെ പിടിച്ചു നിർത്താൻ പോകുന്നേ, അവർ പൊക്കോട്ടെ ആ വഴിക്ക്, അങ്ങനെ ചിന്തിക്കുക. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ അതെന്റെ ലൈഫിൽ നടന്ന അടിപൊളി നല്ല, നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കോള് വന്ന് വരുന്നത് നല്ലതാണ്. ചില പന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തന്നേ, എന്തിനാ അങ്ങനെ, ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അത് നല്ലതിനായിരിക്കും, അത് വളരെ നല്ലതിനായിരിക്കും. എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും അത് വളരെ നല്ലതിനായിരിക്കും കേട്ടോ. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് സത്യമായിട്ടും വിചാരിക്കുന്നത്. ഇനി എന്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നോ, ഇനി സംഭവിക്കാൻ പോകുന്നോ, അതെല്ലാം നല്ലതിനെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ അതായിരുന്നു കേട്ടോ. ടീച്ചറിന് ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വന്നാലും അത് നമ്മൾ ഒരുമിച്ചല്ലേ. ഇപ്പൊ സീച്ചേട്ടൻ എന്ത് വന്നാലും അല്ലെ എനിക്ക് എന്ത് വന്നാലും അത് നമ്മൾ ഒരുമിച്ചാണ് ഡീൽ ചെയ്യുന്നത്, ഒരുമിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ടെൽ അബൌട്ട് അനന്തു. അനന്തു എന്റെ അനിയനാണ്. അവന്റെ യഥാർത്ഥ പേര് മോനിഷ് ചെമ്പശ്ശേരിയിൽ നിന്നാണ്. സീച്ചേട്ടൻ 100 ആയിസ ആയിട്ടാ. ഞാൻ ക്യൂആൻഡ് ഷൂട്ട് ചെയ്യുവോ? ശരി. ടെൽ അബൌട്ട് അനന്തു. അനന്തു എന്റെ അനിയനാണ്. ഞങ്ങൾ തമ്മിൽ 2.25 വയസ്സിന് ഡിഫറൻസ് ആണുള്ളത്. അവന് എന്റെ മോനാണ്. അങ്ങനെയാണ് ഞാൻ അവനെ ട്രീറ്റ് ചെയ്യുന്നത്. ഒട്ടും പക്വതയില്ല, തുള്ളിച്ചാടി നടക്കും. എന്ന് വെച്ചാൽ അവന് ഇഷ്ടമുള്ള അവന് ഭയങ്കര അടുപ്പമുള്ളവരോട്, അല്ലാത്തവരോടില്ല കേട്ടോ. അവൻ അടിപൊളിയാണ്, ചക്കരയാണ്, മുത്താണ്. പണ്ട് ഞാൻ കുറെ ഇടി കൊടുത്തിട്ടുള്ളതാണ്. ഇനിയും കുറച്ച് കൊടുക്കാൻ പറ്റാത്തതിന് സങ്കടമുണ്ട്. യൂട്യൂബിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിനപ്പുറത്തോട്ട് എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ കുറെ സ്വപ്നം കാണുന്ന ലൈഫൊക്കെ ഇല്ലേടാ. നമുക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്ക് അങ്ങനെ ഡ്രസ്സ് ഇടണം, എനിക്കത് വാങ്ങണം, എനിക്കത് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളില്ലേ. അതൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളടാ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇവന്റിന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻഡ് എക്സ്പീരിയൻസ് അടിപൊളിയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു. അത് ഫുള്ള് യൂട്യൂബ് ആണ് ചെയ്യുന്നത്. നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ആരെ വിളിക്കണം, എങ്ങനെ വിളിക്കണം, ഇതെല്ലാം യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഒരു ടീമുണ്ട്, അവരാണ് നിശ്ചയിക്കുന്നത്. അല്ലാതെ നമ്മളുമായിട്ട് ഇതൊന്നും ഒന്നും കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. അവര് വിളിക്കുന്നു, നമ്മൾ പോകുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. എത്രയാണ് വെയിറ്റ്? ബോഡി ഷെയിം അല്ല, ഡൽഹി വീഡിയോസിൽ കൂടെയുള്ളവരുടെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് ഭയങ്കര സൈസ് തോന്നി. എന്ത് പറയാനാണ്, എന്റെ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര ചെറുതാണ്, ഭയങ്കര സ്ലിം ആണ്. ഞാൻ ഇങ്ങനെയാണ്, മനസ്സിലായോ? ഭയങ്കര സ്ലിം ആണ് അവരൊക്കെ, ഭയങ്കര എക്സ്ട്രീം സ്ലിം ആണ്. നിങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. എന്റെ എക്സല് അല്ലെങ്കിൽ ലാർജ്, അതാണ് എന്റെ ഡ്രസ്സിന്റെ സൈസ് ഞാൻ എടുക്കാറുള്ളത്. ഇപ്പം ആദ്യം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. അയ്യോ എനിക്ക് ഭയങ്കര ഇങ്ങനെ സൈസ് തോന്നിക്കുന്നു, അവരൊക്കെ ചെറുതായിട്ടിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ അതുപോലെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിതിലൊന്നും മാറ്റാൻ പറ്റില്ല. നമ്മള് ഒരാളുടെ സൈസും പ്രായവും ഒന്നും കണ്ടിട്ടല്ലല്ലോ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത്. അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റും അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വന്നുകൊണ്ടാണല്ലോ. അത്രേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട്. അത് അങ്ങനെ തന്നെ ലൈഫ് ലോങ് പോകണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം അത്രയും നല്ലതാണ്. കാരണം ഒരാള് ലൈഫിൽ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യുമ്പോൾ അയ്യോ നിനക്കത് കിട്ടിയല്ലേ, അങ്ങനെ അസൂയപ്പെടുന്നവരോ ഒന്നും അല്ല. അതുകൊണ്ട് ഒരാളൊന്ന് താന്നു പോയാൽ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഉയർത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു ഗ്യാങ്ങിലാണ് ഞാൻ ചെന്നത്. ആർക്കും എന്താ പറയണ്ടേ, എനിക്ക് ഇതിനൊന്നും പറയാൻ വാക്കുകളില്ല. കാരണം പറയുന്നതിലും അപ്പുറമാണ് എനിക്കവർ. ചേച്ചി, I have 2 questions to ask you. What's your age and plus who is your best friend? എടാ എന്റെ ഏജ് 31 ആണ് കേട്ടോ. പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതല്ലാതെ പുറത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ദൂരം ആയതുകൊണ്ടാണ്. അല്ലെ ഞാൻ എപ്പോഴും അവളുടെ അടുത്ത് പോകുമായിരുന്നു കേട്ടോ. അവളുടെ ഡ്രസ്സും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് മാറിയിടും, ഞങ്ങൾ ഒരുപോലെ ഡ്രസ്സ് തയ്പ്പിക്കും. ഞങ്ങള് ഇപ്പൊ എന്റെ അറിവില്
എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടുള്ളത് അവളാണ്, ആര്യ. സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഹസ്ബൻഡ് ആൻഡ് അതർ ഫാമിലി മെമ്പേഴ്സിനെ കുറച്ചും കൂടെ റെസ്പെക്ട് ആൻഡ് കൺസിഡറേഷൻ തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, ഉറപ്പായിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാ, എടാ ഞാനതെങ്ങനെ പറയുന്നു വെച്ചാ, അത് ഹസ്ബൻഡ് അല്ല, ഫാമിലി. ഞാൻ ഈവൻ ആയിട്ട് പറയാണ് കേട്ടോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വില കിട്ടും, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് കേൾക്കാൻ ആൾക്കാർ കാണും, നമുക്ക് നല്ല റോള് കാണും എല്ലായിടത്തും. അത് തന്നെ ഭയങ്കര ഒരു പവറായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. വേറെ വീട് എടുത്തിട്ട് എത്ര വർഷമായിരുന്നു? 5 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു വീട്ടില് താമസമായിട്ട്. ചേച്ചി ശരിക്കും പേര് കല്യാണി എന്നാ ഞാൻ വിചാരിച്ചത്. അഞ്ജു കീത്തു ചേച്ചിയെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് പറയോ, ചേച്ചിയുടെ ലൈഫിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ പറയുമോ? അഞ്ജു കീത്തു നല്ല കേട്ടോ. കീത്തു എനിക്ക് തോന്നുന്നു കീത്തു ഭയങ്കര പാവമാണ്. എന്നുവെച്ചാ അയ്യോ അഞ്ജു എന്നെ കൊല്ലും. ഞാൻ അഞ്ജു ആയിട്ടായിരുന്നു കേട്ടോ. പക്ഷേ കീത്തുമായിട്ട് ഞാൻ ഫോണിൽ വേണ്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ കീത്തുവിനെ കണ്ടപ്പോ വാലോ, അവളുടെ മെയിൻ ഡയലോഗ് അത് കേട്ടോ. വാലോ, അവള് ഭയങ്കര പാവമാണ്. വീഡിയോയിലൊക്കെ അവൾക്ക് കുറെ നെഗറ്റീവ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൊച്ചു ഭയങ്കര പാവാണ്. അവ കൊച്ചു മാത്രല്ല അഞ്ജു, രണ്ടും നല്ല അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയാ, എനിക്ക് നല്ല 2 പേരെയാണ്. നല്ല നല്ല ആൾക്കാരാണ് കേട്ടോ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ഒരുപാട് നമ്മൾ അയ്യോ കണ്ടങ്ങാനും കിട്ടിയാലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അഞ്ജു എന്നെ എന്നും വിളിക്കും, മിക്കവാറും എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ട് അഞ്ജു. എടീന്ന് പറഞ്ഞ് എന്റെ ഫോണിൽ വിളിക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എന്തെങ്കിലും പണത്തിന് അത്യാവശ്യമൊക്കെ വരുമ്പോൾ കടം വാങ്ങുന്നത് അഞ്ജുവിന്റെ കയ്യിലാണ്. കല്യാണിയുടെ ഡെയിലി വെയർ ഗോൾഡ് കളക്ഷൻ കാണിക്കണേ. എനിക്ക് അങ്ങനെ ഗോൾഡ് കളക്ഷൻ, എനിക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഇടാനാണ് ഇഷ്ടം. അതായത് കണ്ടോ, ഇങ്ങനെ കുഞ്ഞു മാലകള്, കുഞ്ഞു ചെയിന്, കുഞ്ഞു മോതിരങ്ങള്, കുഞ്ഞു കമ്മല്, ഇതൊക്കെ ഇടാനാണ് ഇഷ്ടം. ഇനി ഒരു കല്യാണത്തിന് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ആന പോലെ ഒരുങ്ങി ചാനച്ചന്തത്തി പോകും, അത്രേ ഉള്ളൂ. ഒത്തിരി കഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ പ്ലേ ബട്ടൺ, അതിന്റെ ഒരു ഷോർട്സ് പോലും താൻ ഇട്ടില്ലല്ലോ. ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു അത്. മടി ചില സമയത്ത് വീഡിയോകളിൽ ശരിക്കും കാണാട്ടോ. എടാ അത് എനിക്ക് ഞാൻ കണ്ടു വളർന്നത് വലിയ ഗോൾഡൻ പ്ലേ ബട്ടൺ അല്ലേ, എനിക്ക് കിട്ടിയത് ചെറിയ ഗോൾഡൻ പ്ലേ ബട്ടനാ. അതുകൊണ്ട് എനിക്കിങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു, വിഷമായിരുന്നു. അതുകൊണ്ട് ആ ഒരു സങ്കടത്തിലും വിഷമത്തിലും അത് ആ പാക്കറ്റിൽ തന്നെ ഇരിക്കുക. ഞാനത് ഇങ്ങനെ ഫോട്ടോസിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലാതെ അത് ഫോട്ടോയിൽ തന്നെ ഇരിക്കുക. എനിക്കതങ്ങനെ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തു പറ്റി സീച്ചേട്ടൻ താടി വളർത്തുന്ന അവരുടെ ജോലിക്ക് അത് പറ്റാമോ? സീച്ചേട്ടന് ഈ അടുക്കളപ്പണി സമയത്ത് ഒരു മാസം ലീവായിരുന്നു, അപ്പൊ അതല്ല ആ സമയത്ത് താടി വളർത്തിയതായിരുന്നു കേട്ടോ. താങ്കളുടെ വീഡിയോയിൽ ആരെയും കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ഇല്ല. ദി വേ യു പ്രസന്റ് ഇറ്റ് വെരി മച്ച്. അബിതയുടെ വീഡിയോ വന്നപ്പോൾ അത് റിയാക്ട് ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. 1 മില്യൺ വ്യൂസ് ഉള്ള ഷോർട്സിൽ നിന്ന് എത്ര ഏണിങ്സ് കിട്ടും? എടാ ഞാനേ പഠിച്ചൊരു പാടാണ്. ഇപ്പം നിങ്ങൾ മുഖേന അല്ലെങ്കിൽ ഞാൻ മുഖേന ഒരാൾ കണ്ണ് നിറയാണ്, അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഈ പറയുന്ന എഴുതി വെച്ചോ, നിങ്ങൾ മുഖേന ഒരാൾക്കൊരു വിഷമം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെ കണ്ണ് നിറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ദൈവം നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തും. ലൈഫിൽ എപ്പോഴെങ്കിലും അത് കൊണ്ട് നിർത്തും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് നിർത്തിയിരിക്കും. ഇത് എപ്പോഴും എല്ലാവരുടെയും മൈൻഡിൽ ഓർമ്മ വേണം. എത്രയും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നല്ലപോലെ ജീവിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ജീവിക്കുക. കാരണം ഈ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ലൈഫിൽ ആ ഒരു സ്ഥാനത്ത് കൊണ്ടു നിർത്തിയിട്ട് നമ്മൾ അപ്പൊ ചിന്തിക്കും, അയ്യോ അന്ന് അങ്ങനെയായിരുന്നു അല്ലേ അവർക്ക് ഫീൽ ചെയ്തേന്ന്. സോ ആർക്കും അങ്ങനെ ഒന്നും നമ്മളായിട്ട് ഒന്നും ചെയ്യാതെ ഒന്നും വിഷമിപ്പിക്കാൻ നിൽക്കാതിരിക്കുക. 1 മില്യൺ കിട്ടുന്ന ഷോർട്സിൽ നിന്ന് ഒരു 500 സംതിങ് 600 രൂപയൊക്കെ കിട്ടും 1 മില്യൺ പോകുന്ന വീഡിയോസിന്. സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി, സത്യം മേക്കപ്പ്, അല്ലാതെ എന്ത്. പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുമ്പോ കുറച്ച് ഇങ്ങനെ നമ്മൾ മാത്രല്ലേ ഉള്ളൂ, കമ്പയർ ചെയ്യാൻ വേറെ ആരും ഇല്ലല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും സൗന്ദര്യമുണ്ട്, എല്ലാവരും അവരവരുടെ രീതിയിൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സൗന്ദര്യത്തിലെങ്ങും ഒന്നുമില്ല, ക്യാരക്ടറിലാണെന്ന്. വെറുതെ പറയുന്നതാണ് ഈ പറയുന്നവര് മൊത്തം. ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലേ. പക്ഷെ ഇവിടെ മക്കളെ അല്ല, ഞാനാ പറഞ്ഞു തന്നാ തെറ്റാണെന്ന് ഇപ്പൊ ഞാനിവിടെ പറയുന്നു. കാരണം
അതില് അല്ലെങ്കിൽ നമ്മളെ ക്യാരി ചെയ്യുന്ന ആ ഒരു വിധത്തില് ഭയങ്കര ഒരു കാര്യമുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യും പലയിടത്തുനിന്നും. ഇപ്പൊ ഇങ്ങനെ അങ്ങനൊന്നും ഇല്ല അങ്ങനൊക്കെ പറഞ്ഞാലും ഈ പറയുന്നവർ അടിപൊളിയായിട്ടായിരിക്കും അവരെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ അടിപൊളിയായിട്ട് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെ നന്നായിട്ട് വെച്ചാലേ നമുക്ക് നന്നായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മറ്റേ ചേച്ചി എല്ലാരോടും എങ്ങനെയാ പെട്ടെന്ന് മിങ്കിൾ ആവുന്നത്? ഇപ്പൊ എനിക്ക് ആ ഒരു ശീലം കുറഞ്ഞു വന്നടാ. എനിക്കങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ ഉള്ളിൽ പേടി കയറി. എല്ലാരും 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 ഞാൻ വിചാരിക്കുന്ന പോലല്ല. അതുകൊണ്ട് ഇപ്പൊ ആ ശീലം എനിക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട്. എനിക്കറിയത്തില്ല. എല്ലാവർക്കും മന്ത്ലി ഇൻകം ആണെന്ന് അറിയേണ്ടത്. ഞാനിപ്പോ ഒരു 39-40 ലക്ഷം ഉണ്ട് മന്ത്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവോ? ഒരു 39-40 lakhs ഇത് ഫ്രണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ 39-40 ലക്ഷവും. ഞാനിപ്പോ ലോങ് വീഡിയോ അങ്ങനെ ഇടുന്നില്ലല്ലോ. ലോങ് വീഡിയോ എന്നാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അപ്പോ കുഴപ്പമില്ല. എടാ എന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എന്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകാൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. എന്താണ് ഫോൺ വിളിച്ചാൽ എടുക്കാത്തെ അമ്മൂസ്? ഇത് എനിക്കറിയത്തില്ലടാ. എനിക്ക് ചില സമയം ഞാനിവിടെ വെറുതെ ഇരിക്കുകയായിരിക്കും, പക്ഷെ എനിക്കിങ്ങനെ ഫോണിൽ സംസാരിക്കാൻ ടെൻഷൻ വരുന്നു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കിപ്പം ഇപ്പൊ ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ടെൻഷൻ വരുന്നു. എന്റെ ഫോണിലെ മിസ് കോള് നിങ്ങളൊന്ന് കാണണം. അതുപോലെ മിസ് കോൾ ഇങ്ങനെ കിടക്കും. ഞാൻ ആകെ കോൾ എടുക്കുന്നത് സീച്ചേട്ടൻ, അമ്മ, അനന്തു. വേറെ ആരെയും ഞാനിപ്പോ അങ്ങനെ ഫോൺ എടുക്കാറില്ല. കാരണം ഞാനിങ്ങനെ മ്യൂട്ടായിട്ടിരിക്കും. മെസ്സേജ് അയക്കും, റിപ്ലൈ കൊടുക്കും. പക്ഷെ ഫോൺ എനിക്ക് എന്തോ ഒരു അതെന്താ അങ്ങനെ? ഡോക്ടറെ എങ്ങാനും കാണിക്കണം. മുന്നേയും Q&Aക്ക് വേണ്ടിയുള്ള പോസ്റ്റ് ഇട്ടല്ലോ, വീഡിയോ കണ്ടില്ലല്ലോ. ഇതെങ്കിലും ഇടണേ. ഞാനത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം, എന്റെ പൊന്നെ, എനിക്ക് ഈ നിമിഷത്തില് എനിക്ക് എന്റെ അച്ഛൻ ആ ബുള്ളറ്റ് എടുത്ത് കൊടുത്തത്. എന്റെ പൊന്നെ, എനിക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ. അപ്പോഴാണ് ദൈവമേ ലൈഫില് പെൺപിള്ളേർക്ക് ജോലി വേണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കണം, അവനവന്റെ അച്ഛനെ അമ്മയെ അങ്ങനെ നോക്കണം, അവർക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം. എന്റെ അച്ഛനൊരു ബുള്ളറ്റ് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, എന്റെ അച്ഛനെ പുഷ്പ പോലൊരു ബുള്ളറ്റ് ഒക്കെ എടുക്കാം. പക്ഷേ അത് ഞാൻ എടുത്തു കൊടുത്തപ്പോൾ അച്ഛന്റെ അത് ഇവന്റെ കല്യാണം കഴിഞ്ഞതല്ലേ. ഇപ്പൊ നമ്മളുടെ അവരൊക്കെ ഇങ്ങനെ സിറ്റിയിലല്ല താമസിക്കുന്നത്. അപ്പം അവിടൊക്കെ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളൊന്നും അച്ഛനും അമ്മയ്ക്കും ഒന്നും എന്റെ അറിവില് കേട്ടോ അവിടെ ആരും അങ്ങനെ, കാരണം അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുകയേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ എല്ലാം ഇങ്ങനെ നിങ്ങളെ പബ്ലിക്കായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും അവര് ലൈഫിൽ സ്വപ്നം കണ്ടത് എല്ലാം ഞാൻ നടത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കൈവെള്ളയില്, കാരണം ആ സമയത്ത് ഞാൻ കരഞ്ഞപ്പോഴെല്ലാം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ വിഷമിച്ചത്, ഞാൻ കടന്നുപോയത് എല്ലാം അവര് കണ്ടിട്ടുണ്ട്. അപ്പൊ ലൈഫില് ഇപ്പൊ എനിക്കൊരു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് ഞാൻ മാറ്റി വെക്കും ഇപ്പം. എന്നിട്ട് അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കും. കാരണം അവര് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എനിക്കുണ്ടാവുന്ന സന്തോഷം ഞാനിപ്പോ പറഞ്ഞില്ലേ, എന്റെ ലൈഫില് ഞാൻ ഏറ്റവും കൂടുതൽ ഈ നിമിഷം സന്തോഷപ്പെടുന്നത് എന്റെ അച്ഛൻ ആ ബുള്ളറ്റ് എടുത്ത് കൊടുത്തതിലാണ്. കാരണം എന്റെ അച്ഛൻ ആ ബുള്ളറ്റ് പണ്ട് തൊട്ടേ ഉള്ള അച്ഛന്റെ ആഗ്രഹമാണ് ബുള്ളറ്റ് എന്നുള്ളത്. അച്ഛന് വേണമെങ്കിൽ പുഷ്പം പോലെ എടുക്കാം, അച്ഛനത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എടുത്ത് കൊടുത്തതില് എന്റെ അച്ഛൻ എന്റെ കാഴ്ചപ്പാട് മാറി. അച്ഛനിപ്പൊ എന്നോട് ചീത്ത വിളിക്കത്തില്ല. അച്ഛനിപ്പൊ ഇങ്ങനെ ഭയങ്കര ദേവതയെ പോലെയാണ് എന്നെ കാണുന്നത്. അച്ഛൻ എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോള് ഇങ്ങനെ ചെയ്തു തരും. അച്ഛനിങ്ങനെ ഭയങ്കര ഇങ്ങനെയായിരുന്നു. എനിക്ക് അത് ഫീൽ ചെയ്ത് ഞാനിതിങ്ങനെ എനിക്ക് ആ ഒരു അനുഗ്രഹം അത് മതി ലൈഫില്. അത്രയും ഞാനിപ്പോ പറയുമ്പോ ഓവറായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട്. അത് അത്രയും ഇപ്പോഴും എന്റെ ഉള്ളിൽ ഇങ്ങനെ ആവുന്നോണ്ടാണ് കേട്ടോ. അയ്യോ, ആ ഒരു ഇപ്പോഴും എനിക്കിങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ വരും അത് പറയുമ്പോ. അടുത്തത്, ദോശക്കല്ല് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ദോശക്കല്ലിൽ ദോശ മാത്രമേ ചൂടാവൂ. ഇപ്പൊ പലർക്കും തോന്നും ദോശക്കല്ലിൽ പിന്നെ വേറെ എന്ത് ചെയ്യാനാണ്, ചപ്പാത്തി ചുടും ചിലർക്ക്. അങ്ങനെ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ ദോശക്കല്ല് ഒട്ടിപ്പിടിക്കും കേട്ടോ. ദോശക്കല്ലിൽ ദോശ മാത്രം ചുടുക. എപ്പോഴും ഇട്ട് കഴുകി ഉരയ്ക്കാതെ അതിൽ നല്ലെണ്ണ തേച്ച് തുടച്ചെടുത്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ദോശമാവ് ഞാൻ അരച്ചു വെക്കുന്നത്, ഇപ്പൊ ഞാൻ ഒരാഴ്ചത്തേക്കാ ദോശമാവ് അരച്ചു വെക്കുന്നത്. ഒരാഴ്ചത്തേക്കുള്ളതെല്ലാം അരച്ചു വെച്ച് ഒഴിച്ച് കൈയിട്ട് ഇളക്കുക. ഉപ്പിടരുത്. കൈയിട്ട് ഇളക്കിയിട്ട് ബോക്സിലാക്കി എടുത്ത് വെക്കുക. എന്നിട്ട് ഇതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക.
നാളത്തേക്ക് വേണ്ട ബോക്സ് മാത്രം എടുത്ത് പുറത്ത് വെക്കുക. അത്രേ ഉള്ളു. പുളിച്ചിരിക്കും, നന്നായിട്ടിരിക്കും. ഒരാഴ്ച കൂടുതലൊന്നും അരച്ചു വെക്കരുത് കേട്ടോ. ടൂ വീലർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഇല്ലടാ. അത് സീച്ചേറിന് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങത്തില്ല. അപ്പൊ ടൂ വീലർ എടുത്തിട്ടും കാര്യമില്ല. ഞാനിപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താറ് ഞാൻ അങ്ങനെ എടുക്കത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ വാഗണറിലായിരുന്നു നടക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ താറ് ഓടിച്ച് സെറ്റായി. ഭയങ്കര എളുപ്പമാണ് ഓടിക്കാൻ. പക്ഷെ എനിക്ക് അതിന്റെ വലിപ്പം കൊണ്ട് ഓടിക്കാൻ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കൊല്ലത്ത് പോകുന്നതും എല്ലാം ഇനിയിപ്പം ഫുള്ള് ഒറ്റയ്ക്ക് എല്ലാം ഓടിച്ച് നടന്നത് ഞാൻ സെറ്റായി. അതുകൊണ്ട് ഞാനിപ്പം കാറിലാണ് എപ്പോഴും നടക്കുന്നത്. ചേച്ചിയുടെ നാട്ടിൽ എല്ലാവർക്കും ചേച്ചി യൂട്യൂബർ ആണെന്ന് അറിയാമോ? ഇത് പറഞ്ഞ ആരെങ്കിലും കളിയാക്കി സംസാരിച്ചിട്ടുണ്ടോ? യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറെ പണിക്ക് പൊക്കോടെ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. എന്റെ നാട്ടില് ഇപ്പം അയ്യോ എത്ര പേരാണെന്നറിയാമോ കുറ്റം പറയുന്നത്. ഇതിപ്പം ഇവരിങ്ങനെ കുറ്റം പറയുന്ന ആളുകളുണ്ടല്ലോ, അവര് വേറെ ആൾക്കാരോട് പറയും. ഈ ആൾക്കാർ ചിലപ്പോൾ നമുക്ക് കണക്ഷനുള്ള ആൾക്കാണെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത് വരും. അപ്പൊ നമ്മളിങ്ങനെ അവരങ്ങനെ പറഞ്ഞാ അങ്ങനെ വിചാരിക്കും. പക്ഷെ ഞാൻ ചോദിക്കാനൊന്നും പോത്തില്ല. ഉള്ളിൽ ഇങ്ങനെ ഓക്കേ, നമ്മളത് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാനേ സമയം കാണത്തുള്ളൂ. നമ്മൾക്ക് അടുത്ത് എന്താണ് ലൈഫിൽ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും. അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂടാ. പപ്പിയെ ഫുൾ ടൈം കൂട്ടിലിടല്ലേ ചേച്ചി, പുറത്തോട്ട് ഇറക്കണേന്ന്. എടാ ഇപ്പൊ ഒരു മാസം ഇനി അവളെ കൂട്ടിലിട്ടേ പറ്റുള്ളൂ. കാരണം അത് കഴിയുമ്പോൾ എനിക്ക് അവളെ കൂട്ടിലിടണമെന്ന് ഒരു ആഗ്രഹമില്ല. എനിക്ക് ടി വി കാണുമ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ടി വി കാണണമെന്നും അവള് മുറ്റത്തൊക്കെ നടക്കണമെന്നും ഒക്കെയാണ് ആഗ്രഹം. പക്ഷെ ഇവള് ഭയങ്കര എക്സ്ട്രീം കുരുത്തക്കേടാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രെയിനിങ്ങിന് വിട്ടത്. ഇനി ഒരു മാസം അത് നമ്മളും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവളെ അഴിച്ചുവിടാനാണ് നമ്മളുടെ പ്ലാൻ. വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന വോയിസ് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണ്? വിച്ച് ആപ്പ്? ഞാൻ VN-ല് ഇൻഷോട്ടിലൊക്കെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്റെ ഇങ്ങനെ തന്നെയാണ്. ഞാൻ മൈക്കോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് പൊതുവേ ഒച്ച കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. മൈക്ക് യൂസ് ചെയ്യാറില്ല വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. യൂട്യൂബർ ആയതിനു ശേഷം കല്യാണിക്ക് വന്ന ഡിഫറൻസ് ഇൻകം അല്ല, സംസാരവും ജീവിതശൈലിയും. എടാ ഞാൻ പറയുന്നതിനെക്കാട്ടില് നിങ്ങൾ കാണുകയല്ലേ, അതൊക്കെ തന്നെയാണ് എന്റെ ഡിഫറൻസ്. അല്ലാതെ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. കുറെ പേരെ പരിചയപ്പെടാൻ പറ്റി, കുറെ കാര്യങ്ങൾ ലൈഫിൽ ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റി, കുറെ കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അത് ഞാൻ പറയുന്നതിനെക്കാട്ടി നിങ്ങൾ താഴെ കമന്റിൽ പറ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. ഇനി ഞാൻ അഹങ്കാരിയാണെന്നൊന്നും പറഞ്ഞാലും സാരമില്ല. ഇപ്പൊ എന്ത് ചെയ്യാന്? ഇറ്റ്സ് ഓക്കെ. വല്ലപ്പോഴും അഹങ്കാരിയാവുന്നത് ഓക്കെയാണ്, കുഴപ്പമില്ല. ഹൗ ടു ബിക്കെയിം നാടൻ ടു മോഡേൺ? ഞാൻ നാടനായിട്ടിരുന്നാലും എന്റെ ചിന്താഗതി മൊത്തം മോഡേൺ ആയിരുന്നു. മനസ്സിലായോ? നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മളത് അങ്ങനെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ കുമാരൻ അല്ല സമ്മതിക്കത്തില്ല. നെറ്റിയിൽ പൊട്ടുപോലും വെക്കരുത്, കാത് കുത്തരുത്. ഇതാണ് എന്റെ അച്ഛന്റെ ചിന്താഗതി. ഒരു ചന്ദനക്കുറി മാത്രമേ ഇടാവൂ, വിത്ത് ലൂസ് ഉടുപ്പ്. ഇതായിരുന്നു അച്ഛന്റെ ചിന്താഗതി. അങ്ങനെ അച്ഛന്റെ അടുത്ത് ഞാൻ അത്രയും പിടിച്ചു നിന്നില്ലേ. ഒരു സ്ത്രീ എന്ന നിലയിൽ മറ്റു സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റിയ ഉപദേശം ഞാൻ കുറച്ചു മുമ്പും പറഞ്ഞു. കുഞ്ഞൊരു വരുമാനമാണെങ്കിലും നിങ്ങളത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് അത് ഉണ്ടാക്കണം കേട്ടോ. ഞാനത് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ സങ്കടപ്പെടാറുണ്ടോ? 1 മില്യൺ ആയി നിൽക്കുമ്പോൾ ഹേറ്റേഴ്സ് നെഗറ്റീവ്സിനോട് എന്താണ് പറയാനുള്ളത്? ഇനിയും എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഞാനൊരു നഗ്ന സത്യം മനസ്സിലാക്കിയത്, നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ലൈഫിൽ വളരാൻ പറ്റൂല. നമുക്ക് നെഗറ്റീവ് വേണം, നമ്മളെ ഇഷ്ടപ്പെടാത്തവർ വേണം. അവരാണ് ആക്ച്വലി നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. സത്യം. ഞാനത് വളരെ താമസിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം എനിക്ക് അവരോട് അതുകൊണ്ട് സ്നേഹമാണ്, വിഷമമൊന്നുമില്ല. അയ്യോ ഈ ലോകത്ത് എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട്. നിങ്ങൾ ഇനി വലിയ ആരാധിക്കുന്ന മോഹൻലാൽ ആണെങ്കിലും ഷാറുഖ് ഖാൻ ആണെങ്കിലും അങ്ങ് ആരാണെങ്കിലും എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട്. അവരെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ എന്നെ വെച്ച് കമ്പയർ ചെയ്യല്ല. ആർക്കാണെങ്കിലും എത്ര പാവമാണെങ്കിലും ഓരോരുത്തർക്കും എന്നീന്നുള്ള അനുഭവം വേറെ വേറെ ആയിരിക്കും. ചിലർക്ക് ഞാൻ ഭയങ്കര അടിപൊളിയായിരിക്കും, ചിലർക്ക് ഞാൻ ഭയങ്കര ജാടയായിരിക്കും, ചിലർക്ക് ഞാൻ ഭയങ്കര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മനസ്സിലായോ? ചിലപ്പോൾ നമ്മുടെ മൂഡ് അനുസരിച്ചായിരിക്കും ഇവിടെ. ചിലപ്പോൾ ഞാൻ വീട്ടിൽ തല്ലുകൂടി പണ്ടാറടങ്ങി ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനല്ലേ ഇരിക്കൂ. ഞാൻ നല്ല ഹാപ്പി മൂഡിലാണെങ്കിൽ ഇരിക്കടാ ഫുഡ് വേണോ, അങ്ങനെ ആയിരിക്കും. മനസ്സിലായോ? അതാണ് സംഭവം. അപ്പൊ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, എപ്പോഴും മറ്റുള്ളവരുടെ
കുറ്റം ഒന്നും കണ്ടുപിടിക്കാതെ ഹാപ്പി ആയിട്ട് അവനവന്റെ ലൈഫിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിച്ച് അത് ചെയ്ത് ഇരിക്കുക കേട്ടോ. കാരണം നമ്മളായിട്ട് ഒരാളുടെ കണ്ണ് നിറച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ അവിടെ വന്ന് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കാര്യങ്ങളും ഒന്നും പറയാതെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കും. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്യുവാന്റെ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.